ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച SIT സംഘം ഇന്ന് ധർമ്മസ്ഥലയിൽ. കഴിഞ്ഞ ദിവസമാണ് 4 പേരടങ്ങുന്ന ഡിവൈഎസ്പിമാർ മംഗളൂരുവിലെത്തിയത്. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ക്യാമ്പ് ഓഫീസ് കഴിഞ്ഞ ദിവസം സജ്ജമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി സംഘം രേഖപ്പെടുത്തും. ധർമ്മസ്ഥല പോലീസിൽ നൽകിയ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. അമ്മ സുജാത ഭട്ടാണ് പരാതി നൽകിയത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘത്തെയാണ് കേസ് അന്വേഷണത്തിനായി രൂപീകരിച്ചത്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, നമുക്കറിയാം, പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്, ന്യൂസ് 18 ധർമ്മസ്ഥലയുടെ ഈ വാർത്തയുടെ പിന്നാലെ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ഗുരുതരമായ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ പരമ്പരയുടെ ഈ വാർത്ത തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ് എന്നുള്ളത്. എന്തായാലും ഈ SITയെ രൂപീകരിച്ചതിന് ശേഷവും ചില ആശയക്കുഴപ്പങ്ങൾ നിന്നിരുന്നു. പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൽ നിന്ന് പിന്മാറുന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോഴൊക്കെ ഈ അന്വേഷണം വീണ്ടും വഴിമുട്ടുമോ എന്നുള്ള ആശങ്ക നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ധർമ്മസ്ഥലയിലെത്തി ഇന്ന് അന്വേഷണം ആരംഭിക്കും എന്നുള്ളത് ഏറ്റവും ശുഭകരമായ വാർത്തയാണ്. തീർച്ചയായും ആര്യ, ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊണ്ടുവന്ന വാർത്തയാണ്. നമ്മളാണ് ഈ സംഭവം ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തിച്ചത്. ഏതായാലും ആ കാര്യത്തിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇപ്പോൾ SIT അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. SIT സംഘം ഇന്ന് പുലർച്ചയോടുകൂടി ധർമ്മസ്ഥലയിൽ എത്തിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ്. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി അവിടെയുള്ള ഫയലുകൾ പരിശോധിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ ഇവർ ഈ പ്രത്യേക സംഘത്തിന് കൈമാറുന്നു. ഏതായാലും തുടക്കത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ 4 DYSPമാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മംഗളൂരിൽ തങ്ങിയ അവർ ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വലിയ ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ്. ഈ കാര്യത്തിൽ നിരന്തരം വാർത്തകൾ ചെയ്തു. തുടക്കം മുതൽ തന്നെ ഓരോ ഇരകളുടെയും അവരുടെ വിഷമങ്ങൾ, അവരുടെ പുറത്തറിയാത്ത പല കാര്യങ്ങളും ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നു. ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഫലമുണ്ടായിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരുപാട് ദുരൂഹതകളുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മാസങ്ങളായിട്ടും ഈ ഒരു അന്വേഷണം പോലും നടക്കാത്ത സാഹചര്യമുണ്ട്. ഇനി അത്തരം അന്വേഷണങ്ങളിലേക്കൊക്കെ ഈ SIT സംഘം കടക്കും. പ്രധാനമായും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്യ ഭട്ടിന്റെ തിരോധാനം, അത് വർഷങ്ങളായി 23 വർഷമായിട്ടും ഇത്തരത്തിൽ പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറാത്ത ഒരു കേസാണ്. ആ കേസിൽ അമ്മ സുജാത ഭട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നു. മകൾക്ക് എന്ത് സംഭവിച്ചു, മകളുടെ ഏതെങ്കിലും തരത്തിൽ മകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മകളുടെ അന്ത്യകർമ്മം ചെയ്യാൻ, ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരാണ്, അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും തരുമെന്ന് പറയുന്ന വിലപിക്കുന്ന ആ അമ്മയെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ കണ്ണീരുകളുള്ള ഭൂമിയാണ്. മാത്രമല്ല KJ ജോയിയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസ്, ആ കേസ് കൂടി SIT അന്വേഷിക്കുന്നു എന്നതാണ്. അത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന അനീഷ് എന്ന അദ്ദേഹത്തിന്റെ മകൻ ആ കാര്യങ്ങളൊക്കെ വിശദമായി ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. അക്കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുന്നു. ഏതായാലും SIT സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നു, അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇനി ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇയാൾ വെളിപ്പെടുത്തിയ സ്ഥലം, അതായത് 100ഓളം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും അതിനീചമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം പ്രധാനമായും കുഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് ഈ മൊഴിയെടുത്തതിന് ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി അത്തരം നടപടികളിലേക്ക് ഈ സംഘം കടക്കും. IPS ഓഫീസർമാരുടെ ഒരു മാറ്റം ഇതിലുണ്ടായിരുന്നു. സൗമ്യലത IPS DCP ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പകരം രൂപശ്രീ IPSനെ ഈ സംഘത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. 20 പേരടങ്ങുന്ന സംഘത്തെ, പ്രത്യേക സംഘത്തെയാണ് ഇതിൽ ഈ SITയിൽ ഉള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. മംഗളൂരുവിലാണ് ഇവരുടെ കൃത്യമായ ആസ്ഥാനം. ബെൽത്തങ്ങാടിയിൽ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. ഏതായാലും വിശദമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അന്വേഷണം SIT നടത്തുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നത്. പല കേസുകളിലും പല വിവരങ്ങളും പുറത്തു വരാറുണ്ട്. അത്തരം വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് അതിൽ മറ്റൊരു പ്രത്യേകത. ഏതായാലും ന്യൂസ് 18 ആണ് ഇത്തരത്തിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്ന അനീതിയുടെ അല്ലെങ്കിൽ നീതി നിഷേധങ്ങളുടെ ആ വാർത്ത, എല്ലാ വാർത്തകളും കൊണ്ടുവന്നത്, പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഇപ്പോൾ SIT അന്വേഷണം ആരംഭിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുമുള്ളത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 വാർത്ത ഫലം കണ്ടിരിക്കുന്നു. എന്തായാലും
അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ SIT ധർമ്മസ്ഥലയിലേക്ക് എത്തുകയാണ്. ഈ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഏറെ ആശ്വാസകരം.